അറേഞ്ച്ഡ് മാരേജിൽ അല്ലെങ്കിൽ ഒരു ആളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ക്ലിക്ക് ഏതൊരാൾക്കും നമുക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ അയാളോട് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കും. അത് നമുക്ക് രണ്ടുപേർക്കും തോന്നിയിരുന്നില്ല എന്നാണ്. അല്ല ഫിസിക്കലി ഇപ്പൊ കണ്ടിട്ട് വാവ് എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പേരൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് വേണം എന്നുള്ളൊരു തീരുമാനം രണ്ടുപേർക്കും പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ടൈം ചോദിച്ചു. ആ ടൈമിൽ നമ്മൾ 1-2 തവണ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടൈം പീരീഡിൽ തന്നെ ഇപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളിലും വിഷ്ണു എന്നെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നും ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണുവിന് മനസ്സിലാവാത്ത കാര്യങ്ങളിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, അതിനെ പോലും വിഷ്ണു സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തോടു കൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ നമുക്കൊരു മെന്റലി ഞാൻ അട്രാക്റ്റഡ് ആയി. തീർച്ചയായിട്ടും മൈൻഡ് ടു മൈൻഡ് ആ ഒരു കണക്ഷൻ വന്നു. യെസ് ഹി ക്യാൻ അല്ലെങ്കിൽ ഷീ ക്യാൻ എന്നുള്ളൊരു കണക്ഷൻ വന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പറയുകയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ കുറച്ചു കാലം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊസീഡ് ചെയ്യണ്ടെങ്കിലാണല്ലോ നമ്മൾ പറയാ. സെപ്റ്റംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നമ്മൾ ജൂലൈയിൽ മീറ്റ് ചെയ്തു, സെപ്റ്റംബറിലായിരുന്നു എൻഗേജ്മെന്റ്. സെപ്റ്റംബറിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഫെബ്രുവരിയിലായിരുന്നു കല്യാണം. ഓൾമോസ്റ്റ് ഒരു 6-7 months നമുക്ക്. അതൊരു അറേഞ്ച്ഡ് മാരേജിൽ എന്റെ പോലത്തെ ഒരു ഫാമിലിയിൽ ഒരു വലിയ ഡ്യൂറേഷൻ തന്നെയാണ്. ഇൻസ്റ്റന്റ് ആങ്കർ എന്ന് പറഞ്ഞ സാധനം എനിക്കുണ്ട്, എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ സ്വഭാവം നന്നായതാണ്, നല്ല സാഹചര്യം വിഷ്ണു കുറച്ചതാണ് ചൂടാവാൻ. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിൽ പല സിറ്റുവേഷനിലും? അത് എന്റെ കൂടെ ജീവിതമല്ലേ, അത് പോഞ്ഞോട്ടാൻ പറ്റില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അല്ല ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നു, ഇപ്പൊ നമ്മള് സമയത്ത് എത്തുന്നില്ല. അപ്പൊ മേ ബി നമ്മള് എന്താ പറയാ ഒരു രണ്ടുപേർക്കും തോന്നില്ല എന്താ നമ്മൾ എത്താത്ത ഒരു കോൺവെർസേഷനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓക്കെ എത്തിയില്ല, ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ആ രീതിക്ക് എത്താം. അല്ലെങ്കിൽ അവിടെ വിളിച്ചു പറയാം നമ്മള് എത്ര ലേറ്റ് ആവും. കാരണം എനിക്ക് സമയത്ത് ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ മേ ബി ചില സമയത്ത് നടക്കില്ല. അപ്പം വീട്ടിൽ നിന്ന് നമ്മള് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ റെഡിയായി എന്റെ തീരില്ല. ഞാൻ ചിലപ്പോ 2-3 മണിക്കൂർ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, പക്ഷെ തീരില്ല. വിഷ്ണു അവസാനം റെഡി ആയിട്ടാണെങ്കിലും പിന്നെ ഒരു 1/2-3/4 മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ ഏതൊരാൾക്കാണെങ്കിലും കുരു കിട്ടും. ചെറിയൊരു ദേഷ്യം വരും, ചെറുതല്ല. അതിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞത് ആ മൊമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ അതിനുശേഷം ഐശ്വര്യോട് ഞാൻ പറഞ്ഞു ഓക്കെ ഇതിങ്ങനെ എപ്പോഴും സംഭവിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സംഭവിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ അവള് പറഞ്ഞു അവർക്ക് ഡ്രസ് ചെയ്യുമ്പോൾ അവർക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് എനിക്ക് അവർക്ക് തോന്നും 1 മണിക്കൂറിന് റെഡി ചെയ്യാൻ പറ്റുന്നു, പക്ഷെ അവർക്ക് അത് 2 മണിക്കൂർ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവള് എന്നോട് പറഞ്ഞു എന്നാ താൻ പറ ഞാൻ എപ്പോ റെഡി ആവാൻ പോകണം. ഞാൻ 3 മണിക്കൂർ മുന്നേ റെഡി ആവാൻ തുടങ്ങി, അപ്പൊ 4 മണിക്കൂർ വേണ്ടി വന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ അങ്ങനെ മാനേജ് ചെയ്യാൻ ബെറ്റർ ആണ്. പക്ഷെ എന്നാലും അവിടെ വിഷ്ണു പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ അപ്പൊ ഇതിന് ഇത്ര സമയം വേണ്ടി, അപ്പൊ താൻ പറയൂ എത്ര സമയം. അങ്ങനെ തന്നെ ഉണ്ടാവാറില്ല എപ്പോഴും. ആണല്ലേ? അത്രയും ലൈറ്റ് ആയിട്ട് എടുക്കാന്ന് പറയുമ്പോ ഇത് എന്തെങ്കിലും സംഭവം നമ്മൾ കണ്ടെത്തുള്ളത്. കാറ് കയറുമ്പോ ഞാൻ അടി ഉണ്ടാക്കുക, താൻ ധൃതി വെച്ചതുകൊണ്ട് എന്റെ ഈ ഫ്ലിപ്പ് എനിക്ക് ശരിയായിട്ട് കുത്താൻ പറ്റിയില്ല, എന്റെ മേക്കപ്പ് അത്ര ശരിയായില്ല. 3 മണിക്കൂർ ഡ്രസ് ചെയ്തിരിക്കുന്നത് ഞാൻ, ഇത് കേൾക്കുന്നത് ഞാൻ 3 മണിക്കൂറായി ഷർട്ടിന്റെ ചുളിവും മാറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആക്ച്വലി അങ്ങനെ 3 hours ഒക്കെ വെയിറ്റ് ചെയ്ത് 3 hours ഞാൻ മേ ബി ഒരു 1 hour വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻ വരും. അതായത് ഒരു വലിയൊരു അവിടെ എവറി ഡേ സംഭവിക്കുന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ഒരു പാർട്ടി ഉണ്ട്, നമ്മൾ പാർട്ടിക്ക് പോവാണ്. അപ്പം ഇവൾക്ക് പറ്റുന്ന ഇവള് ഡ്രസ് ചെയ്യാൻ പോയി ഡ്രസ് ഇട്ട് തിരിച്ചെന്ന് പറയും ഇത് ചേരുന്നില്ല, എനിക്കിത് മാറ്റണം. അപ്പൊ പുതിയ ഡ്രസ്സ് കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ അത് ശരിയാവില്ല. അപ്പൊ അങ്ങനെ അത് എക്സ്റ്റെൻഡ് ആവും. അപ്പൊ ഇപ്പൊ ഞാൻ പറയാറുണ്ട് നീ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം തീരുമാനിക്കും എന്താടാൻ പോകുന്നത്. ഞാൻ പറയും ഈ ഡ്രസ്സ് എന്താണ്, ആക്സസറീസ് എന്താണ് തലേ ദിവസം തീരുമാനിക്കണം. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, സമയം ലേറ്റ് ആവും. അപ്പം അത് ഫസ്റ്റ് നോക്കി വെക്കുന്ന അടുത്ത ദിവസം 1/2 മണിക്കൂർ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലേറ്റ് ആവല് കുറയാൻ തുടങ്ങി. അത് കഴിച്ച് ഇല്ലാതായെന്നല്ല, പക്ഷെ മാക്സിമം കുറയും. അത്രയാണ്. അതിന് മാറ്റം ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ കുക്കിംഗ്, വിഷ്ണുസ് ഫസ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഫ്രണ്ടില് ഐശ്വര്യ 1 ഡാൻസ്, ബാക്കില് വിഷ്ണു. അതിലൊന്നും ഇപ്പൊ എന്റെ വലിയൊരു ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ ശരിക്കും കുക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അത് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ്. പക്ഷെ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം വരികയാണെങ്കിൽ
അതെനിക്ക് കുറച്ച് എന്താ പറയാ ബുദ്ധിമുട്ടല്ല. ഞാൻ മാനസികമായിട്ട് തയ്യാറാവണം. അല്ലാതെ എനിക്ക് ഇന്ന് രാവിലെ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് വന്നിട്ട് പോകുന്ന വെച്ചാൽ എനിക്ക് പറ്റുണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കണ്ടന്റ് ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ടൈം വേണം. ഞാനിങ്ങനെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കും, ഓക്കെ അടുത്ത ആഴ്ച ഇങ്ങനെ കാര്യം ചെയ്യാണ്ട്, അപ്പം അതിനുവേണ്ടി. അത് ഇതിനല്ല, വിഷ്ണു എല്ലാത്തിനും പ്രിപ്പറേഷൻ വേണം. അതാണ് ഇപ്പൊ നാട്ടിൽ വന്ന വണ്ടി എടുക്കാൻ 2 ദിവസം വേണം പറഞ്ഞില്ലേ, പുതിയൊരു കമ്പനിക്ക് മാറിയപ്പോ കുറച്ച് സമയം വേണം പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും ആ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ ടൈം വേണം. അത് നല്ലതാണ്. എന്നാലും കുറച്ച് ടൈം വേണം, ടൈം കൺസ്യൂമിംഗ് ആണ്. ഞാനൊക്കെ ഇൻസ്റ്റന്റ് ആണ്, ഇപ്പൊ ചോദിച്ചപ്പോ കിട്ടും. പുള്ളി പറഞ്ഞെന്ന് പറ. അതൊരു വലിയ കാര്യം അതല്ലേ. ഈ ശരിക്കും ഈ മാരേജിന്റെ സമയത്ത് ഇങ്ങനൊരു പാർട്ട്ണർ വേണം എന്ന് വെച്ചാൽ അതിലുപരി എനിക്കൊന്ന് മാട്രിമോണി സൈറ്റിൽ സ്വയം രജിസ്റ്റർ ചെയ്തു അല്ലേ? അതും ആ ഒരു തിങ്കിങ് അതിപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞ് അവർ അറേഞ്ച് അതിന് മുമ്പേ? അല്ലല്ല, ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞപ്പോൾ രജിസ്റ്റർ ചെയ്തു. അതെന്തായിരുന്നു? ഫേസ്ബുക്കാന്ന് വിചാരിച്ച് ലോഗിൻ ചെയ്ത് മാട്രിമോണിയിൽ അതുകൊണ്ടാ തോന്നുന്നു. അങ്ങനെയല്ല, എനിക്ക് ഞാനും എൻ്റെ വീട്ടുകാരും തമ്മിൽ ചിന്തിക്കുന്ന രീതി ഭയങ്കര വ്യത്യാസമുണ്ട്. അവരവരുടേതായ രീതിയിൽ ശരിയാണ്, എൻ്റെതായ രീതിയിൽ ഞാനും ശരിയാണ്. പക്ഷെ ഇത് ഒരുമിച്ച് എത്തുന്നില്ല എങ്ങനെയായി കഴിഞ്ഞാലും. അപ്പോ അവർക്കും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട്, എനിക്കും അവർ കാരണം ഒരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ ചിന്തകൾ ശരിയായിട്ട് വരുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ എന്താ പറയാ, അമ്മേനെയോ അച്ഛനെയോ വല്യച്ഛനെയോ ഒക്കെ ഭയങ്കര എതിർത്ത് അവരെ വിഷമിപ്പിച്ചും കൊണ്ട് ഭയങ്കര ഒരു കാര്യം എടുത്ത് അങ്ങനെ പോവാൻ എനിക്ക് പറ്റില്ല. ഇല്ല, അതും പറ്റില്ല. അപ്പൊ എന്റെ കുറെ കാര്യങ്ങൾ പെൻഡിങ് ആയിരുന്നു കുറെ കാലമായിട്ട്. അപ്പൊ ഒരു 21-22 വയസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ തിരക്കേടില്ലാത്തൊരു കാര്യമാണ് കല്യാണം, മാരേജ്. അപ്പോ കല്യാണം എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ പറയൂല, കല്യാണം കഴിഞ്ഞാൽ എന്ത് കഴിക്കുമെന്ന്. ആ സമയത്താണ് നിർഭാഗ്യവശാൽ പക്ഷെ അതിന് കുറച്ച് സമയം എടുത്തു. ഈ കല്യാണം അന്വേഷിച്ചു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത് അതിനൊക്കെ നല്ലത് വീട്ടുകാരായിരുന്നു എന്ന്. നമ്മൾ പറയുന്ന ഒരു കാര്യം വിചാരിച്ച രീതിയിലൊന്നും അല്ല. ഒരു 4-5 കൊല്ലം എടുത്തു. എത്ര കൊല്ലം എടുത്തു? ഈ 2019 കല്യാണം കഴിഞ്ഞെങ്കിൽ 2016 ഞാൻ രജിസ്റ്റർ ചെയ്തത്. 3-3.5 കൊല്ലം എടുത്തു. 16 തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഈ രജിസ്റ്റർ ചെയ്തപ്പോ ഇനിഷ്യലി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡീൽ, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരുന്നോ? ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ വെല്ലച്ചന്റെ പ്രൊഫൈൽ കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം. ഒരു മറയില്ല. ആ ഷോക്കിന്ന് പുള്ളി കഴിഞ്ഞ വെല്ലച്ചന്റെ ഫോണിൽ ഞാൻ കേരള മാട്രിമോണി രജിസ്റ്റർ ചെയ്ത് എന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തു. പിന്നെ വെല്ലച്ചൻ നോക്കാൻ തുടങ്ങി. അപ്പൊ ഈ വെല്ലിച്ചൻ അതിനെല്ലാം ഡീൽ ചെയ്തില്ലേ? വെല്ലച്ചൻ ഡീൽ ചെയ്തായിരുന്നു. വെല്ലച്ചനെ ഡീൽ ചെയ്ത പേരൻസ് ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ആൾക്കാരുടെ പ്രൊഫൈൽസ് ഐശ്വര്യക്ക് അയച്ചു തരുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് കുറെ പേര് കുറെ ഇത് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനായിരുന്നു അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ വെല്ലച്ചൻ വിളിക്കും, എന്നിട്ട് ഇങ്ങനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവും, കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവില്ല. കുറെ പേർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, സംസാരിച്ചാൽ ഇഷ്ടപ്പെടും. വീട്ടുകാർ തമ്മിൽ ചേരില്ല, വീട്ടുകാർ തമ്മിൽ ചേരും. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചു കാലം നടന്നു. ആണല്ലേ? നിങ്ങളുടെ ഇപ്പൊ ക്യാരക്ടർ വൈസ് നോക്കുമ്പോൾ ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ വേറൊരു എൻഡ്, ഈ ഒരു എൻഡ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത് അട്രാക്ട്സ്, അല്ലെങ്കിൽ വളരെ സമാധാനപരമായി ഹാപ്പി ആയിട്ട് പോകുന്നു. വഴക്കുകളില്ലാത്ത സ്ഥലങ്ങളില്ല, എന്നാലും ഞാൻ പറയും അതിൽ ഇപ്പം ഒരു വൺ ഓഫ് ദ വെരി ബിഗ് ചേഞ്ച്, ഇപ്പം സംസാരത്തിലുപരി, ഇപ്പം ചെന്ന് സംസാരിക്കില്ല ആദ്യം, അതിലുപരി ഒരു വലിയ ചേഞ്ച് ആക്ച്വലി എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ക്യാരക്ടറിലുള്ള ഒരു മെയിൻ ചേഞ്ച്? വിഷ്ണു കുറച്ച് സമാധാനപ്രിയനാണ്, ഞാൻ കുറച്ച് കലഹപ്രിയയാണ്. ആണല്ലേ? ഞാൻ കുറച്ച് തോട്ട്ഫുൾ ആണ്. ഞാൻ കാര്യങ്ങള് സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും ചെയ്യാറില്ല. അതിപ്പം എന്നോട് ഇപ്പൊ വന്നിട്ട് നമുക്ക് വയനാട്ടിലേക്ക് വിട്ടാലോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ആലോചിക്കട്ടെ. അത് അതേ സമയത്ത് എന്ത് കാര്യം എന്നോടൊരു കാര്യം ചോദിച്ചാൽ അത് ചിലപ്പം ആവശ്യമായിരിക്കും, ചിലപ്പോൾ അനാവശ്യമായിരിക്കും. ഞാൻ ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്, അത് ചിലപ്പോൾ ആവശ്യം വരില്ല. ചില കാര്യങ്ങൾ നല്ലോണം തിങ്ക് ചെയ്യുന്നതുകൊണ്ട് മേ ബി കുറച്ച് ബെറ്റർ ആയിട്ട് പോവാറുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനിൽ ഞാൻ തിങ്ക് ചെയ്യും. ചില സമയത്ത് ഇവള് പറയും തിങ്ക് ചെയ്യണ്ട, ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന്. അപ്പൊ ചിലപ്പോൾ അത് ശരിയായിരിക്കും. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം 5:30 ഫ്രണ്ടിന് വീട്ടിൽ പോകാനായിരിക്കും ഞാൻ തിങ്ക് ചെയ്യുന്നത്. അത് പോയാലും പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഞാൻ ചിന്തിക്കും 5:30 പോകണോ 5:45 പോകണോ എന്ന് ഞാൻ ചിന്തിച്ചത് കോംപ്ലിക്കേറ്റ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ ഒരു വീട് വാങ്ങുന്ന കാര്യം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ നല്ലോണം ചിന്തിക്കുന്നുണ്ട്. അവിടെ ഇഷ്യൂ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും. അപ്പം അതിന്റെ ഒരു ബാലൻസ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഒന്നും ആലോചിക്കാതെ നമ്മളൊരു സംഭവത്തിൽ പോയി പെട്ടു എന്ന് പറയുന്ന ഒരു
സിറ്റുവേഷൻ സിറ്റുവേഷൻ വരാറില്ല. ആലോചിച്ച് പല കാര്യം നടക്കാതെയാവാറുണ്ട്. അതാണ് ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഐശ്വര്യം ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഐശ്വര്യം ഇതിന്റെ ആവശ്യമില്ല, അതങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇത് ഇത്രയും വലിയ കാര്യമൊന്നല്ല. അപ്പൊ വീട്ടിൽ ഒരു ഡിഷ് വാഷർ വാങ്ങിക്കാൻ അവിടുന്ന് വരുമ്പോ തൊട്ട് ആലോചിക്കാൻ തുടങ്ങിയത്. 6 ആഴ്ച കഴിഞ്ഞില്ലേ, ഇതുവരെ വാങ്ങിയിട്ടില്ല.